നമുക്ക് പ്ലെയിൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കപ്പ് ബിരിയാണി അരി ഇതൊരു 20 മിനിറ്റ് മുമ്പേ തന്നെ സോക്ക് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ബാസ്മതി അരിയിലും തയ്യാറാക്കാം. ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ. 1 ടേബിൾ സ്പൂൺ തൈര്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്. തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കണം. 2 ബേ ലീഫ്, കുറച്ച് പുതിനയില, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു ഏലക്ക, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡറാണ്. അതല്ലെങ്കിൽ നമുക്ക് ഗരം മസാല എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിൻ്റെ എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യിലും ഇത് തയ്യാറാക്കാം. ഇതിലേക്ക് ഇനി പുതിന കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് ഇനി സവാള കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കിനി തക്കാളി കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് അരിക്കുള്ള മസാലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ അരി എടുക്കുമ്പോൾ അതിനനുസരിച്ച് മസാല ചേർക്കണം. ഇതിലേക്ക് ഇനി പൊടികൾ ഓരോന്ന് ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വേണം ചേർക്കാൻ. ഇപ്പോൾ നമ്മൾ അരി കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളവും മസാല എല്ലാം കൂട്ടി തന്നെ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ അരി നല്ലതുപോലെ തിളച്ച് തുടങ്ങി. ഇപ്പോൾ നമുക്ക് അരിയൊക്കെ ഇങ്ങനെ മേലെ പൊന്തി വരുന്ന കാണാം. ഈ സമയത്ത് നമുക്ക് തീ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്കർ അടിച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി നല്ലതുപോലെ വെന്തു. നല്ല റൈസൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് റൈത്തയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ നോൺ വെജ് കറികളുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതായിരിക്കും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.